Hi, hello, welcome back to my channel. Hello guys, ഇതൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും. പരിചയമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു Q&Aയുമായിട്ടാണ്. അപ്പോൾ എന്നെ പറ്റി നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ ഒരു 4 വർഷം മുന്നേ, 4 അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷം മുന്നെങ്കിലും, അല്ല എന്നോട്ടോ 4, അപ്പോഴേ ഞാൻ യൂട്യൂബ് തുടങ്ങിയതാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. ബിക്കോസ് കുറേ അധികം പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് തന്നെ എനിക്കിങ്ങനെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അവസാനം ഒരു ദിവസം ഞാൻ ചാനൽ നിർത്താമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തോളാം. അതിന് ശേഷം ഞാൻ പിന്നെയും തുടങ്ങി, പിന്നെയും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം പിന്നെ അതങ്ങ് വിട്ടു. അപ്പം ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരാഴ്ച ആയോളൂ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം കുറേ പേര് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. വെറും ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അതിലേക്ക് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നിഷ എന്നാണ് ഒഫീഷ്യൽ നെയിം. ഞാൻ ഇട്ടിരിക്കുന്നത് നിയ ഏഞ്ചൽ എന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിയ എന്നുള്ളൊരു പേര്. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ടേക്കാണ്. അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്, നിയ ഏഞ്ചൽ. നിങ്ങൾക്ക് എന്നെ നിയ എന്നോ നിഷ എന്നോ എന്തുവാണോ വിളിക്കാം. പിന്നെ എന്താ പറയുക, എൻ്റെ ചാനലിന് ഇപ്പോൾ ഒരാഴ്ച ആയുള്ളൂ കേട്ടോ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. എനിക്ക് വ്ളോഗ് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ കണ്ടൻ്റ് അല്ലേ. അപ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ കാര്യങ്ങളും എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരിതില്ല. അപ്പം അതിൽ വ്യൂസിലോ അല്ലെങ്കിൽ അതിലൊന്നുമല്ല കാര്യം. വെറുതെ ഒരു രസം ചെയ്യുമ്പോൾ ഒരു സന്തോഷം എനിക്ക് തോന്നും. വ്ളോഗ് ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ കാണണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ആദ്യമായിട്ടാണെങ്കിൽ പോലും കുറച്ച് പേര് വന്ന് കണ്ടിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് വിഷമമൊക്കെ വരാറുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്നെ കൂടുതൽ പരിചയപ്പെടാം. എൻ്റെ നാട് എവിടെയാണ്, വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊക്കെ നമുക്ക് പറയാം. എൻ്റെ വീടെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. നമുക്കിവിടെ മുറ്റത്ത് തന്നെ പൊങ്കാലയൊക്കെ ഇടാം കേട്ടോ, അത്ര അടുത്താണ്. പിന്നെയെന്ന് പറയുന്നത് അത് ഹസ്ബൻഡിൻ്റെ വീടാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് വട്ടപ്പാറയാണ്. അവിടെ എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത്. പിന്നെ എൻ്റെ ഒരു എന്താ പറയുക, ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഹസ്സും മോനും പിന്നെ എൻ്റെ ഒരു വല്യമ്മ, അത് ഹസ്ബൻഡിൻ്റെ വല്യമ്മ ചോമ്യമ്മയും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ചോമ്യമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. എന്നെ ഉപദേശിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ മെയിൻ കാര്യം. അപ്പം അതൊക്കെയാണ് പുള്ളിക്കാരി ഇപ്പം 2 ദിവസമായിട്ട് ഭയങ്കര വയ്യാണ്ട് കിടക്കുമായിരുന്നു. ഇന്ന് മുതൽ എണീറ്റൊക്കെ തുടങ്ങി കേട്ടോ. അതാണ് 2 ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ നമ്മൾ ഇത്ര പേരാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ കസിൻ ഉണ്ട് കേട്ടോ, സായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സായിനെ നമുക്ക് കൂടെ, സായി 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻഡും മോനും ഞാനുമാണ്. എൻ്റെ മോന് ചന്തൂട്ടൻ 8ൽ പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊരു ഡോഗാണുള്ളത്. 2 ഡോഗ്സ് ഉണ്ട്. അതിലൊന്ന് എൻ്റെ അല്ല, അത് ഈ പപ്പിയാണ്. പക്ഷേ എന്നോട് വലിയ കാര്യമാണ്. ഈ അയച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ മുകളിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പോകും. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു ഡോഗാണ് കുഞ്ഞൻ്റെ എന്താണ്, ഞാൻ വിളിക്കുന്ന പേര് കിറ്റി എന്നാണ് കേട്ടോ. അവനെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ചെറിയ ലോഗോ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത്രയും നാളും ഞാനൊരു ഹൗസ് വൈഫായിരുന്നു. വെറും പാത്രമൊക്കെ കഴുകി, എന്താ പറയുക, വീടൊക്കെ തൂത്ത്, കുട്ടികളെ പഠിപ്പിച്ച് സ്കൂളിൽ വിട്ട്, പിന്നെ എന്താണ് തുണിയൊക്കെ അലക്കി,
അങ്ങനെ ഒരു ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യുക, ജോലിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ജോലി ആർക്കാ ചെയ്യാൻ പറ്റുക? ഒരു ഹൗസ് വൈഫ്, ഒരു വീട്ടമ്മ ചെയ്യുന്ന ജോലി ആർക്കാ ചെയ്യാൻ പറ്റുക? ആർക്കും ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി കഠിനമായ ജോലികളാണ് നമ്മൾ ദിവസവും ചെയ്ത് കൂട്ടുന്നത്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ തന്നെ ഒരു 5 മിനിറ്റ് കിട്ടുമോ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? വെള്ളം കുടിക്കാൻ പറ്റുമോ? അതിനൊന്നും സമയം കിട്ടാറില്ല. നമുക്ക് തുണി നനയ്ക്കണം, അലക്കണം, തേക്കണം, പിന്നെന്താണ് തൂത്തുവാരണം, തുടയ്ക്കണം, മുറ്റം തൂക്കണം, ഫുഡ് കഴിയുന്ന ഒരു ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡെല്ലാം മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ 3-4 ടൈപ്പ് ഫുഡ്സ് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവസാനം നമുക്ക് കിട്ടുന്നൊരു പഴി എന്താണ്? ജോലിയൊന്നുമില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഹൗസ് വൈഫാണ് അല്ലേ? അപ്പോൾ അതൊന്ന് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. അപ്പം മോനൊന്ന് വലിയ ക്ലാസ് ഹൈസ്കൂളൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരുതി എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് എൻ്റെ വീട്ടിലാണ് കേട്ടോ, വട്ടപ്പാറ. അവിടെ എനിക്ക് ഷോപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ ഇനി കാല് തട്ടിയിട്ട് സ്റ്റാൻഡ് പറയാൻ പോയി. ഭയങ്കര കൊതു കേട്ടോ സന്ധ്യയ്ക്ക്. ഇപ്പം രാത്രിയാണ് കേട്ടോ, 10 മണിയായി. എന്നിട്ട് ഭയങ്കര കൊതുണ്ട്. ഞാൻ ഇവിടെയൊക്കെ പുകച്ചതാണ്. മറ്റേ ഇതില്ലേ നമ്മുടെ സാമ്പ്രാണിപ്പൊക്കെ അതൊക്കെ കൊടുത്തതാണ്. പക്ഷേ കൊതുകുണ്ട്. ഓക്കെ കണ്ടിന്യൂ. അങ്ങനെ എന്താണ് ഞാൻ ആരോടെങ്കിലും പറയുമ്പോൾ ഈ ജോലിയൊന്നുമില്ല. അതുപോലെ തന്നെ മോൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പം മൈ ഓക്കുപ്പേഷൻ എന്താണ്, അപ്പം നില്ലിടണം. ഇത്രയും സാഡായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തുമാത്രം പഠിച്ചവരാണ്, പക്ഷെ നമ്മൾ ഫാമിലിക്ക് വേണ്ടിയായിരിക്കും പലരും നമ്മുടെ ജോലി ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഫാമിലി, കുട്ടി, അവർക്ക് അങ്ങനെ ടൈമിങ്ങിന് വീടെത്താൻ പറ്റാത്തതുകൊണ്ടൊക്കെ ജോലി ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മളൊന്നുമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഏണിങ്സ്, നമ്മളെ കയ്യിൽ പൈസ വേണം. നമ്മളിപ്പം ഒരു 500 രൂപയ്ക്ക് ഒന്നിൽ അച്ഛനോടോ അമ്മയോടോ ചോദിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കണം, വീണ്ടും നമ്മൾ ചോദിക്കണം. നമുക്ക് വലിയ എമൗണ്ട്സ് ഒക്കെ വരുമ്പോഴും നമ്മൾ അവരോട് ചോദിക്കണം. എനിക്ക് മടിയാട്ടോ, ഉള്ള ആദ്യം ഞാൻ പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഒരു ഷൈ ഉണ്ട് ചോദിക്കാനൊക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മളെ പാരൻസ് നമ്മൾ ഇത്രയും പഠിപ്പിച്ചിട്ട് നമ്മളൊന്നും ഏൺ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും വിഷമമാണ്. നമ്മുടെ കയ്യിൽ 5 പൈസ വേണം സത്യം. സോ ഞാൻ അങ്ങനെയാണ് അത് ഞാൻ ഓൺലൈനിലും കൂടി ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ കുറേ തിരക്കിലായിപ്പോയി, അത് കാരണമാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പം എന്താണ്, എൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പാണ് വട്ടപ്പാറ നക്ഷത്ര ടെക്സ്റ്റൈൽസ് ആണ് പേര്. ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, അങ്ങനെ ഞാനിപ്പോൾ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഐ ആം എ ബിസിനസ് വുമൺ എന്നുള്ളത്. ബിസിനസ് എന്നെങ്കിലും എഴുതാൻ പറ്റുമല്ലോ, അതുപോലെ ഞാൻ താങ്ക്ഫുള്ളാണ്. വേറെ ജോലിയൊന്നും നോക്കത്തെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ടൈമിൽ തിരിച്ച് വരുമ്പം വീട്ടിൽ ഒരാൾ വേണം. നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം. തീരെ നമ്മൾ കുട്ടികളെ നോക്കാണ്ട് പൈസ എന്ന് പറഞ്ഞാൽ നടന്നാൽ പറ്റില്ല. അല്ലെങ്കിൽ ജോലി ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ബിസിയാണ്, രാത്രിയൊക്കെ ആവും വരുമ്പോൾ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഞാനും കൂടി ഇരുന്ന് അവനെ ശ്രദ്ധിക്കണ്ടേ. ആരെങ്കിലും ഒരാൾ വേണമല്ലോ, എന്തെങ്കിലും അപകടം പറ്റിയ പോലും നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആണ് ഞാൻ ഈ ബിസിനസ് ചൂസ് ചെയ്തത്. പിന്നെന്താ പറയുക, അതാകുമ്പോൾ എനിക്ക് സ്റ്റാഫിനെ നിർത്താം, എന്നിട്ട് ഉച്ചയ്ക്കൊക്കെ തിരിച്ച് വരാം. പിന്നെ എൻ്റെ പാരൻസും അവിടെ ഉണ്ട് കേട്ടോ, അവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇനി ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും ഇടാനും ഒക്കെ. എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്താ പറയുക, കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്താണ് ഒരുമിച്ച് മുന്നേറാം.
പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം എന്നെ അലട്ടുന്നതെന്ന് വെച്ചാൽ എൻ്റെ വെയിറ്റ് ആണ് കേട്ടോ. ഞാൻ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 25 കിലോ ഞാൻ കൂടിയിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്താ പറയുക, എനിക്ക് കുറേ അധികം എന്തോ ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഒരു പ്രാവശ്യം പോയ പോലെ. എന്താ റീസൺ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഒന്ന് ശ്രദ്ധിക്കാണ്ട് ചുമ്മാ മൂവീസ് ഡൗൺലോഡ് ചെയ്ത് ഫുള്ള് കിടപ്പൊക്കെ തന്നെയാണ്. ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അൽഫാമൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ കുറച്ച് വെയിറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സസൈസ് ഒന്നും ഉണ്ടായത്. ഈ ഒരു 2025 എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് പഴയ ഒരു രൂപത്തിലെങ്കിലും എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഈ ചാനൽ ചെയ്തത്. കാരണം വീഡിയോസിൽ എന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം വരണം. സോ ഞാൻ രാവിലെ ഇപ്പം നടക്കുന്നുണ്ട്, പക്ഷെ ഫുഡ് ഞാൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല. മറ്റത് ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ ചോറ് മധുരമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരിക്കൽ ഞാൻ ഇതുപോലെ വെയിറ്റ് കുറച്ച് വന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ എന്നെ അതിൽ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അത് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ നാച്ചുറലായിട്ടുള്ള ഈ കാര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നതും ബിഹേവ് ചെയ്യുന്നതും ഒക്കെ. അയ്യോ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ ഇങ്ങനെ വിചാരിക്കില്ല എന്നൊന്നും ഞാൻ തിങ്ക് ചെയ്യാറില്ല. കാരണം നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ പലതും വിചാരിക്കും. നമുക്ക് അവർ വല്ലതും വിചാരിക്കും, ഇവർ വല്ലതും വിചാരിക്കും, ബാഡ് കമൻറ്റ്സ് വരും എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതൊന്നും വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരിക്കുകയോ ഷൈ ആയിട്ടിരിക്കുകയോ, അല്ലെങ്കിൽ വണ്ണമുള്ളവർക്ക് വീഡിയോ ചെയ്യണ്ടേ, അല്ലെങ്കിൽ എന്താ പറയുക വണ്ണമുള്ളവർക്ക് ലോകത്ത് ജീവിക്കണ്ടേ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഇതുപോലെയൊക്കെ ബിഹേവ് ചെയ്യുന്നവർക്ക് ലോകത്ത് ജീവിക്കണ്ടേ. ഇത് കൊള്ളാം. അപ്പോൾ നല്ല സ്ലിമ്മായിട്ട് സുന്ദരിയായിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ ലോകം. നമുക്കൊന്നുമില്ല. അപ്പം നമ്മളും എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കുറേ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആരും വിഷമിക്കേണ്ട. ആർക്കെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഷൈ ആണ്, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയാം, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. നിങ്ങൾ എന്താണോ ആ രീതിയിൽ തന്നെ വന്ന് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അല്ലാതെ അച്ചടി ഭാഷയിൽ സംസാരിക്കണം. ഞാൻ ചിലപ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നോട് ചോദിക്കും. ആദ്യമൊക്കെ നമ്മളെ കൂട്ടുകാരികളൊക്കെ ആണല്ലോ കാണുന്നത്, ഫ്രണ്ട്സൊക്കെ അല്ല കാണുന്നത്. അപ്പോൾ അവരൊക്കെ എന്നോട് ചെയ്യുന്നത് എനിക്കൊത്തിരി മാന്യമായിട്ട് സംസാരിച്ചൂടെ, ഒരു നീറ്റ്. എന്നെക്കൊണ്ട് അച്ചടി ഭാഷയിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് നിങ്ങളോടൊക്കെ അതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോയിലും ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ നാച്ചുറലായി നിങ്ങൾ ചെയ്യാം. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നമ്മളും സക്സസ്സിലെത്തും, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളെ സമയം തെളിയും. ഇങ്ങനെയല്ല യൂട്യൂബിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് എത്തിയില്ലെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ദിവസം. ഞാൻ മിക്ക കാര്യങ്ങളും ഇങ്ങനെ നോക്കുമ്പോൾ ദൈവം രക്ഷപ്പെടാൻ എല്ലാവർക്കും ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അങ്ങനെ ചാൻസ് തന്നിട്ടില്ല, നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ തീരെ ഇതിൽ കിടക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ എന്നെങ്കിലും ഒരു ദിവസം ദൈവം തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ ആരും ഹോപ്പ് കൈവിടരുത്. നന്നായിട്ട് എന്താണോ നിങ്ങളുടെ പ്ലാൻ അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാരെന്ന് പറയില്ലേ, അവർ കൂടുതൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ലൈഫ് അങ്ങ് മാറ്റി വെച്ചേക്കാണ്. ഞാനും ഒരു കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരെ ഇഷ്ടപ്പെടുന്ന ഫുഡ്, അവരുടെ ഡ്രസ്സ് അയച്ച്, അവരുടെ കാര്യങ്ങൾ, അവർക്ക് പ്രയോറിറ്റി. അറ്റ് ലാസ്റ്റ് ഞാൻ ഒരു ഇൻസിഡൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു കേട്ടോ. ബിക്കോസ് എന്താ പറയുക, ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡിപ്രഷൻ ഫീൽ വന്നപ്പോൾ ഓക്കെ യു ടേക്ക് റെസ്റ്റ്, അത്രയുള്ളൂ അവർക്ക്, മനസ്സിലായില്ലേ, അല്ലാണ്ട് നത്തിങ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാനും വിചാരിച്ചത് ഓക്കെ ഇനി എനിക്ക് വേണ്ടിയും എനിക്ക് ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് ആസ്വദിച്ചാണ് പോകണം കേട്ടോ. ഞാൻ എൻ്റെ ഫുഡൊക്കെ എൻ്റെ ഇഷ്ടത്തിന് എനിക്കുണ്ടാക്കി കഴിക്കാറുണ്ട്.
മറ്റുള്ളവരെന്ന് മീൻസ് ഞാൻ പറയുന്ന കുട്ടികളുടെയൊക്കെ കാര്യം. അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കും. അതൊന്നും വേണ്ട. നമുക്കിഷ്ടപ്പെട്ട ഫുഡ്, നമുക്കിഷ്ടപ്പെട്ട ഒരു കോഫി കുടിക്കുക, നമുക്കിഷ്ടപ്പെട്ട ഒരു സിനിമ കാണുക, പിന്നെ എന്താ പറയുക, പിന്നെന്താ നമ്മുടെ ഒരു ഐസ്ക്രീം കഴിക്കണതാണ് നമ്മുടെ സന്തോഷം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മളത് കഴിക്കണം. അല്ലാതെ ഒരു ഡ്രസ്സിൻ്റെ ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഫാമിലിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ത്യജിക്കണം. ശരി, എന്നാലും നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. നമ്മുടെ ഭക്ഷണം കഴിക്കുക, നമ്മളെ ഇഷ്ടപ്പെട്ട് ഡ്രസ്സ് ഇടുക, ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ലേഡീസ് ഓൺലി ട്രാവലിങ് കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ പോയി. ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഫാമിലിയുടെ കൂടെ പോയിട്ടുള്ളൂ പുറത്തൊക്കെ. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ പോകണമെന്നുള്ളത്. നമുക്ക് വെയിറ്റൊക്കെ കുറച്ചിട്ട് അതുപോലെയൊക്കെ ചെയ്യണം. പിന്നെന്താ, അങ്ങനെ നമ്മുടെ കുറേ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഫാമിലിക്ക് വേണ്ടി മാത്രം കിടക്കുന്ന കുറേ പാപം ജന്മങ്ങളുണ്ട്. പാവങ്ങളാട്ടോ. പാവങ്ങൾ മീൻസ് നിഷ്കളങ്കരാണ്, സത്യം. അപ്പം അവരാരും അവരുടേതൊരു ഇരുണ്ട ജീവിതങ്ങളാണ്. അപ്പം അവർ ഒരിക്കലും എന്താ പറയുക, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒന്നിനും നിൽക്കരുത്. നാളെ ഒരു സമയം അവർ തിരഞ്ഞു ചോദിക്കും, ഞങ്ങളാണോ പറഞ്ഞത്? നിങ്ങൾക്കെന്ത് പഠിക്കാൻ പാടില്ലായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിച്ചുകൂടായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിൽക്കാൻ എന്നുള്ളൊരു ആൻസറൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ആർക്ക് വേണ്ടിയും നിൽക്കാറില്ല. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ മാറ്റി വെക്കാറുണ്ട്. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്സ് റീഡ് ചെയ്യുകയോ നല്ല സിനിമയൊക്കെ ഉണ്ടെങ്കിട്ട് കാണും. പിന്നെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകാനും, അത് ഫാമിലിയുടെ ആണെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ. ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്യും. എന്താ പറയുക, ഞാൻ ഈ നാച്ചുറലായിട്ട് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് കുറേ മോട്ടിവേഷനും വെയിറ്റ് ലോസും വ്ളോഗും എൻ്റെ കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അറിഞ്ഞില്ല, ഇത്രേ ഉള്ളൂ. ലൈഫാണ് തുറന്ന് കാണിക്കുന്നത്. ആരെയും പേടിക്കരുത്. നിങ്ങളിൽ വിശ്വസിക്കുക. നമുക്ക് ദൈവമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുക. എല്ലാ പ്രശ്നങ്ങളും എന്തെങ്കിലും ഒരിക്കൽ ശരിയായിരിക്കും. ആരെയും ദൈവം അങ്ങനെ കഷ്ടപ്പെടുത്തുമോ അല്ലെങ്കിൽ ആരെയും അതുപോലെ തന്നെ നമ്മളാരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല. ആരും ഏത് സമയം ഉപകരിക്കുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ലെങ്ത് ഒരുപാടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗായ്സ്, ബൈ ബൈ.